സ്ത്രീ രോഷാഗ്നിയിൽ എരിഞ്ഞ് പിണറായി സർക്കാർ. ആശാവർക്കർമാരുടെ സമരം 22 ദിവസം കിടക്കുമ്പോൾ സർക്കാരിനെതിരെയുള്ള കടുത്ത എതിർപ്പുകൾ ഉയരുന്നതായാണ് കാണാൻ കഴിയുന്നത്. സർക്കാർ സമരം അടിച്ചമർത്താൻ കിണഞ്ഞു ശ്രമിക്കുമ്പോഴും 10 മടങ്ങ് വീറും വാശിയുമായി ആശാവർക്കർമാർ തങ്ങളുടെ അവകാശങ്ങൾക്കായി സമരം കടുപ്പിക്കുകയാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളെ പിന്താങ്ങിക്കൊണ്ട് നാടിൻ്റെ നാനാതുറകളിൽ നിന്നും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട് MP പ്രിയങ്ക ഗാന്ധിയും അവർക്ക് അനുകൂലമായി രംഗത്ത് വന്നതോടെ ഈ സമരം ദേശീയ തലത്തിലും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ആശാവർക്കർമാരുടെ സമരവും സർക്കാരിൻ്റെ അടിച്ചമർത്തലുമൊക്കെ ദിനം തോറും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധത എത്ര രൂക്ഷമാണ് എന്നതിനെക്കുറിച്ച് ഒരു കണക്കെടുപ്പ് ഗ്രൗണ്ട് സീറോ നടത്തുകയുണ്ടായി. സംസ്ഥാനത്തൊട്ടാകെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് 20 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കിടയിൽ നടത്തിയ അഭിപ്രായ ക്രോഡീകരണത്തിലാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വികാരമാണ് നിലനിൽക്കുന്നത് എന്ന് തെളിയുന്നത്. ദൈനംദിന ജീവിതത്തിന് സർക്കാർ ഏൽപ്പിക്കുന്ന ആഘാതം ചില്ലറയൊന്നുമല്ല. വീടുകളിലെ അടുക്കളയിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിപ്പിച്ച്, നികുതി ഭാരം 2 ഇരട്ടിയും 3 ഇരട്ടിയും വർദ്ധിപ്പിച്ച് സർക്കാർ ജനങ്ങളെ പിഴിയുന്ന മനോഭാവമാണ് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ത്രീകൾ പൊതുവെ പിണറായിക്കെതിരെ രോക്ഷാകുലരാണ് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ അഭിപ്രായ ക്രോഡീകരണത്തിന് 6 ചോദ്യങ്ങളുമായാണ് ഗ്രൗണ്ട് സീറോ സ്ത്രീകളെ സമീപിച്ചത്. 250-ലേറെ സ്ത്രീകളെ സമീപിച്ചപ്പോൾ ഭൂരിപക്ഷ സ്ത്രീകളും ഭരണവിരുദ്ധ വികാരമാണ് പ്രകടിപ്പിച്ചത്. ആ ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിരത്തുകയാണ്. ചോദ്യം 1. 3 ആഴ്ചയിലേറെയായി ആശാവർക്കേഴ്സിനോട് ഗവൺമെൻറ് സമീപനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് 74% പേരും എതിരഭിപ്രായം പറഞ്ഞപ്പോൾ 20% പേർ അത് അംഗീകരിക്കുന്നു എന്നഭിപ്രായപ്പെട്ടു. 6% അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടേയില്ല. ചോദ്യം 2. ഈ ആശാവർക്കർമാരുടെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിലപാടുകൾ ശരിയാണോ? ഈ ചോദ്യത്തിന് 89% ആളുകളും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ വെറും 5% മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത്. 6% കുഴപ്പമില്ല എന്ന അഭിപ്രായത്തിലും 4% അഭിപ്രായം രേഖപ്പെടുത്താതെയും ഇരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ മന്ത്രി കുറച്ചുകൂടെ പെരുമാറ്റം നന്നാക്കേണ്ടിയിരുന്നു എന്ന്, മന്ത്രിയുടെ ഈ പ്രസ്താവനകളൊക്കെ ഞങ്ങളെ ഏറെ വിഷമിപ്പിച്ചു എന്നും അവർ കൂട്ടിച്ചേർത്തു. ചോദ്യം 3. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ CITU നേതാക്കൾ തുറന്നുവിട്ടിട്ടുള്ള അസഭ്യ വർഷങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നായിരുന്നു. ലജ്ജാകരം എന്നാണ് 90% ആളുകളും അഭിപ്രായപ്പെട്ടത്. വെറും 4% ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായപ്പോൾ 6% പേർ ഒരഭിപ്രായവുമില്ല എന്ന് പറഞ്ഞു. ഈ ഉത്തരങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേകത, തിരഞ്ഞെടുപ്പിന് നിന്നാൽ ഇത്തരക്കാരെ സ്ത്രീകൾ കൂട്ടത്തോടെ ഓടിക്കുമെന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലായത്. ചോദ്യം 4. ആശാവർക്കർക്കെതിരെ പെരുമഴയത്ത് പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയാണോ എന്ന്. ഇതിൽ 95% ശരിയല്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. 2% മാത്രം കുഴപ്പമില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തി. 3% ആളുകൾ അഭിപ്രായമേ ഇല്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. 5-ാമത്തെ ചോദ്യം, ഈ വിഷയത്തിലെ ഗവൺമെൻറ് നിസ്സംഗത അടുത്തു വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും വോട്ടിനെ സ്വാധീനിക്കുമോ എന്നായിരുന്നു. ഇതിൽ 63% ആളുകൾ പറഞ്ഞത് തീർച്ചയായും ഇത് സ്വാധീനിക്കും എന്നാണ്. 18% ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 19% ആളുകൾ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തിയില്ല. 19% ആളുകളും പറഞ്ഞത് അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ഇനിയും സമയം വേണം എന്നാണ്. 6-ാമത്തെ ചോദ്യം, 232 രൂപ കൊണ്ട് ദൈനംദിന ചിലവ് എങ്ങനെ നടത്തും? കുടുംബം പോറ്റാൻ ഇത് ഉതകുന്നതാണോ? 98% ആളുകൾ പറയുന്നത് സാധ്യമല്ല എന്നാണ്. കേവലം 2% മാത്രമാണ് സാധ്യമെന്ന് പറഞ്ഞത്. കൂടാതെ സഖാക്കന്മാർക്ക് യാത്രാബത്ത ഇനത്തിലും ശമ്പള വർധനവിലും ഭീമമായ വർധനവ് മൊത്തത്തിൽ ജനത്തെ ചൊടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ സ്ത്രീകളുടെ മറുപടി
പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു. സർക്കാരിനെ അതിരൂക്ഷമായി അവർ വിമർശിച്ച് തങ്ങളോട് പങ്കുവെച്ച വിവരങ്ങളിൽ അവരുടെ ദുഃഖവും രോക്ഷവും നിറഞ്ഞു തന്നെ നിന്നിരുന്നു. പലരും ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചില്ലെങ്കിലും ക്യാമറയ്ക്ക് പുറത്ത് ഞങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ പ്രതികരിച്ചത് കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു. ഒരു വലിയ പ്രതിസന്ധിയാണ് സർക്കാർ കേരളത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് തൊണ്ടയിടറി പറയുന്ന അമ്മമാരെ ഞങ്ങൾ അവിടെ കണ്ടു. 2 ടേം പൂർത്തിയാക്കുന്ന LDF സർക്കാർ ഭരണ നേട്ടങ്ങളുടെ കണക്കുകൾ എണ്ണി പറയുമ്പോഴും കേരള ജനം എരുതിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് ഇപ്പോൾ ഇവരുടെ വാക്കുകളിൽ നിന്നും പുറത്തു വരുന്നത്. അല്ലെങ്കിലും വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണല്ലോ പഴഞ്ചൊല്ല്. ഈ സർക്കാർ ഇതെങ്ങോട്ടാണ് പോകുന്നത്? ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ ജനങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള സമീപനമാണ് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ തുടർന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ കേൾക്കാൻ പോകുന്ന ആഘാതം അത് എത്രയെന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇനി ആരെ ആശ്രയിക്കും? തങ്ങളെ ഭരിക്കുന്ന സർക്കാരുകൾ തങ്ങൾക്കായി വെച്ച് നീട്ടേണ്ടത് സൗജന്യമല്ല ഇത് എന്ന് ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊടി പോലും കിട്ടില്ല എന്ന നഗ്ന സത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.